ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഗ്രൂപ്പ് ഡി നിങ്ങൾക്കറിയാം 2024 നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. 2024 ലാസ്റ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നത്. 2025 എക്സാം നടക്കാൻ സാധ്യത. സോ ഗ്രൂപ്പ് ഡി പറയുകയാണെങ്കിൽ റെയിൽവേയുടെ ലെവൽ 1 പോസ്റ്റിൽ വരുന്നതാണ് ഗ്രൂപ്പ് ഡി. സോ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവും കേട്ടോ. 100 ക്വസ്റ്റ്യൻസ് ആണ്. അതിപോലെ 1.5 മണിക്കൂർ 90 മിനിറ്റാണ്. സോ ഇതിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്തവരാണെങ്കിലേ ഏകദേശം ഒരു 40ൻ്റെ മുകളിലോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുമ്പ് നടന്ന, അതായത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതിന് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്ന ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇത് എല്ലാ ക്വസ്റ്റ്യനും ഒന്നുമില്ല, ഒരു 10 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളതും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, ടൈം മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതെന്ന് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതൊരാളുടെ ആൻസർ ഷീറ്റാണ്. ആൻസർ ഷീറ്റ് എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇതിൽ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കത് മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കട്ടെ. എന്തായാലും നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഫുൾ ഫോം ഓഫ് എയ്ഡ്സ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അത് ഏകദേശം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നുള്ളത് എന്ത് ചെയ്യും, ഏകദേശം എല്ലാവർക്കും കിട്ടും. പക്ഷേ അതേപോലെ തന്നെയുള്ള വേർഡാണ് അതിൻ്റെ ഫസ്റ്റിലൊക്കെ വരുന്നുണ്ടോ, എല്ലാത്തിലും അതേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റിലത്തെ GK ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ കൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ എയ്ഡ്സ് പറ്റി പറയുകയാണെങ്കിൽ എപ്പോൾ ഓർത്ത് വെക്കണം, HIV ഫുൾ ഫോം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം എയ്ഡ്സ് പകർത്തുന്ന വൈറസാണ് HIV എന്ന് വെച്ചാൽ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV ഫുൾ ഫോം കേട്ടോ. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ HIV ആണ്. ഇനി എയ്ഡ്സ് രോഗം കണ്ടുപിടിച്ചത്, എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ചു കേട്ടോ. വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടഗ്നിയർ ആണ്. അതും ഒന്ന് ഓർത്ത് വെച്ചോ. ലൂക്ക് മൊണ്ടഗ്നിയർ ആണ് എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ചത്. ഇനി എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ടെസ്റ്റുകളുണ്ട്. ഒന്ന് എയ്ഡ്സ് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്, പ്രാഥമിക പരിശോധന. അതാണ് എലിസ ടെസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും എലിസ ടെസ്റ്റ് എന്നുള്ളത് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ എയ്ഡ്സ് സ്ഥിരീകരിക്കാനായിട്ട് നടത്തുന്ന വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട്. അതാണ് വെസ്റ്റേൺ ബ്ലോട്ട് കേട്ടോ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനിയും വേറെയും ടെസ്റ്റുകളുണ്ട്. എന്നാൽ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, എലിസ ടെസ്റ്റും അതേപോലെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റുമാണ്. ഇനി എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചോദിക്കാറുണ്ട്. PSC കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ SSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്. ഈ രാജ്യം എപ്പോഴും പഠിക്കേണ്ടത്, എപ്പോഴും ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇതാണുള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൽ ആദ്യമായിട്ട് നോക്കുന്ന റെയിൽവേക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല, PSCക്ക് ചോദിച്ചാലായി. കേരളത്തിലാണെങ്കിൽ എവിടെയാണ്, പത്തനംതിട്ടയാണ് കേട്ടോ. കേരളത്തിലാവുകയാണെങ്കിൽ പത്തനംതിട്ടയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ വരുന്നുണ്ടല്ലോ. ഇതിലെന്താ, ഇൻ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. ഇതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഇതൊരു ഘടകം എന്ന് വെച്ചാൽ മിക്സഡ് ആയിട്ടാണുള്ളത് കേട്ടോ ക്വസ്റ്റ്യൻസ്. അതായത് GK ക്വസ്റ്റ്യൻ, അടുത്ത ഒരു റീസണിങ് അല്ലെങ്കിൽ മാത്സ് ക്വസ്റ്റ്യനുമായിട്ട് മിക്സഡ് ആയിട്ടാണുള്ളത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് പോളോ റാങ്ക്ഡ് എന്താണ് 18th ഫ്രം ദ ടോപ്പ്. നോക്കെ, ടോപ്പിൽ ഇതാണ് ടോപ്പ് എന്ന് വിചാരിക്കും. ഈ ടോപ്പിൽ നിന്ന് 18ാമതാണുള്ളത്. അപ്പോൾ ഇവിടെ 17 പേരുണ്ട്. ഇവിടെയാണ് ആര് നിൽക്കുന്നത്, ഈ പോളോ എന്നുള്ള ആൾ നിൽക്കുന്നത്. ഓക്കെ, പോൾ. എന്തായാലും 17 പേര് മുമ്പിലുണ്ട്. ഫ്രം ദ ടോപ്പ് ആൻഡ് 45th ഫ്രം ദി ബോട്ടം. അതായത് താഴെ നിന്ന് 45ാമത്തെ റാങ്കിലാണുള്ളത്. അപ്പോൾ 44 പേര് താഴെ നിൽക്കുന്നുണ്ട്. എന്നാലും 45ാമത്തെ റാങ്കിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഈ ലൈനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരാണെന്നുള്ളത്. അപ്പോൾ 17, 44, പിന്നെ ആര് കൂടി ഉണ്ടാവും, പോള് കൂടി ഉണ്ടാവും, ഒരാൾ കൂടി ഉണ്ടാവും. സോ എത്രയായി, 7 × 8 = 12, അതേപോലെ 4 × 5 = 6, 62 പേരാണ് ടോട്ടൽ എന്ത് ചെയ്യുന്നുള്ളത് ആ ഒരു ലൈനിൽ കിടക്കുന്നത്. ഓക്കെ, ഇത് റീസണിങ്ങിലെ ഒരു പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഈസ്
ഇൻസിഡൻറ്റ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിറർ കൂടി ഇല്ലേ, ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി ഒരു ഇൻസിഡൻറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ, അതായത് ഇത് കോമൺ ആയിട്ട് പഠിച്ചേക്കുന്നതാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടിയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അതിന് ആംഗിളിൻ്റെ ഡീവിയേഷൻ വരില്ല. ഇത് നേരെ അങ്ങനെ തന്നെ പോവുകയുള്ളൂ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുമ്പോൾ. സോ ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. അതായത് എന്തുണ്ടാവില്ല, ഡീവിയേഷൻ വരില്ല. ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കോൺകേവ് മിറർ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കോൺകേവ് മിററിൻ്റെ ഉപയോഗങ്ങൾ മിക്കവാറും ചോദിക്കാറുണ്ട്. ഒന്ന് കോൺകേവ് മിററിലെ ഉപയോഗങ്ങൾ, ഒന്ന് ടോർച്ചിലെ റിഫ്ലക്ടർ, പിന്നെ ഉള്ളത് ഷേവിങ് മിറർ, സോളാർ കുക്കർ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണ്, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ. ഓക്കെ, അത് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. സോ അതുകൂടി ഓർത്തുക. പിന്നെ കാറിലെ ഹെഡ്ലൈറ്റിലും അതേപോലെ സെർച്ച് ലൈറ്റുകളിലും ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ്, ഈ കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ ഓർത്തോക്കണേ, കാരണം കോൺവെക്സ് മിറർ അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷനായിട്ട് പോകരുത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. ഇത് കോമൺ ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ. സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും ആണ് എന്ത് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്. നോർമലി സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡ് രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളാം, നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. സ്റ്റഡി ദ ഗിവൺ ലെറ്റർ നമ്പർ സിമ്പിൾ സീരീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. കോമൺ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ കത്തും. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്, ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് സിമ്പിൾസ് ദാറ്റ് ആർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എ നമ്പർ. അതായത് ഒരു നമ്പർ ഉണ്ട്, നമ്പർ കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ വരണം, ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ ലെറ്റർ. അടുത്ത ഒരു ലെറ്റർ ആയിരിക്കണം. അതായത് ഒരു നമ്പറിൻ്റെയും ഒരു ലെറ്ററിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു സിമ്പിൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത് ആ ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് പോകണം. അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ നോക്കേണ്ട എങ്ങനെയാണെന്ന് അറിയോ, ഒരു നമ്പറും ലെറ്ററും തൊട്ടടുത്ത് ആദ്യം നമ്പർ നോക്കുക. നമ്പർ ഇവിടെ നോക്കിയാൽ ഒരു 9 വരുന്നുണ്ട്. അടുത്ത് ഒരു ലെറ്റർ വരുന്നുണ്ടോ നോക്കുക, അതായത് ഇടയിൽ സിമ്പിളായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ വരുന്നുണ്ടോന്ന്. കറക്റ്റാണല്ലോ, 9 കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ പിന്നെ ഒരു M. അപ്പോൾ ഇവിടെ ഒരു പെയറുണ്ട്. ക്ലിയർ ആണേ. ഇനി അടുത്ത ലെറ്റർ ഞാൻ നോക്കി 3, അത് കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിളാണോ, അല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിൾ അല്ല. അതായത് നമുക്ക് പെയർ വേണ്ടത് എങ്ങനെയാണ്, നമ്പർ സിമ്പിൾ ലെറ്റർ എന്നുള്ള ഒരു കോമ്പിനേഷനാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി. ഇനി 8 കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ്, അതും ഒഴിവാക്കി. 3 കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ്, ഒഴിവാക്കി. 4 കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ്, ഒഴിവാക്കി. സോ ആകെ ഇവിടെ എത്ര പേരേ ഉള്ളൂ അങ്ങനെയുള്ളത്, പേരെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു കോമ്പിനേഷൻ വരുന്നത് ഒറ്റൊന്നേ ഉള്ളൂ, ആ 9 സ്റ്റാർ M എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ആ 6ാമത്തെ ക്വസ്റ്റ്യനും ആ ഒരു എന്താണ് അതിൻ്റെ വലുപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ ആണെന്നായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് കുറച്ച് വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്, ഡിഫറെൻറ്റ് സെക്ഷൻ ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് പേഴ്സൺ, എത്ര ആളുകൾ ഉണ്ടെന്നാണ്. അതായത് മെഡൽ വിന്നേഴ്സ്, ജിംനാസ്റ്റ്സ്, ഗേൾസ്. എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദി എബോ ഡയഗ്രാം. മുകളിൽ തന്നിരിക്കുന്ന ഡയഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ താഴെ തന്നിട്ടുള്ള ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, നമ്പർ ഓഫ് മെഡൽ വിന്നേഴ്സ് ഹു ആർ ഓൾസോ ഗേൾസ് ആയിട്ടുള്ള മെഡൽ വിന്നേഴ്സ് 27 ആണെന്നാണ് പറയുന്നത്. ശരിയാണോ നോക്കാം നമുക്ക്. അത് ഗേൾസും മെഡൽ വിന്നേഴ്സും രണ്ടും മെർജ് ചെയ്യുന്ന ഭാഗത്താണ് 2 പേരും ഉണ്ടാവും. അതായത് മെഡൽ വിന്നേഴ്സും ഗേൾസും ആയിരിക്കണം. സോ അത് രണ്ടും കൂടി മെർജ് ചെയ്യുന്നത് എവിടെ മാത്രമാണ്, ഇവിടെയാണ് മെർജ് ചെയ്യുന്നത് വരുന്നത്. കാരണം താഴെ ഇത് ഗേൾസാണ്, ഇതിൽ മെഡൽ വിന്നേഴ്സാണ്. സോ 16ഉം 11 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, 27. സോ 27 പേര് എങ്ങനത്തതാണ്, മെഡൽ വിന്നേഴ്സുമാണ് അതേപോലെ ഗേൾസുമാണ്. സോ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ശരിയായിട്ടാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ളത് കൊണ്ട് അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കി വരുന്ന 3 നോക്കേണ്ടതില്ല, കാരണം നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി. ഇനി ജസ്റ്റ് വേണമെങ്കിൽ താഴത്തെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് തെറ്റുന്നതല്ല. ഇപ്പോൾ നമ്പർ ഓഫ് ജിംനാസ്റ്റ് ഹു ആർ ഓൾസോ മെഡൽ വിന്നേഴ്സ് ഈസ് 34 എന്നാണ് പറയുന്നത്. സോ ജിംനാസ്റ്റ് നോക്കുക, മെഡൽ വിന്നേഴ്സ് നോക്കുക, അത് ഇവിടെയാണ് വരുന്നത്. നോക്കേ, ജിംനാസ്റ്റും അതേപോലെ മെഡൽ വിന്നേഴ്സും. അത് 8ഉം 11, 11 തൊട്ട് 19 ആയിരുന്നു വേണ്ടത്, പക്ഷേ 34 തന്നത്, അതുകൊണ്ടാണ് അത് തെറ്റിയത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ തെറ്റുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പഞ്ചായത്ത് രാജ്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ഒത്തിരി വർഷം റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കേട്ടോ. പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. പഞ്ചായത്ത് രാജ്, ആ രാജ് ഞാൻ പറയാറുണ്ട്, ആ പഞ്ചായത്ത് രാജസ്ഥാൻ എന്നുള്ളത് അങ്ങ് കൂട്ടി പഠിച്ചാൽ തന്നെ അത് കിട്ടും. ഫസ്റ്റ് പഞ്ചായത്ത് രാജസ്ഥാൻ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് ഓർത്ത് വെച്ചാൽ. ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്ന് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്, ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, ബൽവന്ത് റായ് മേത്ത കേട്ടോ. ബൽവന്ത് റായ് മേത്ത. ഇത് ഏതുമായിട്ട് കൺഫ്യൂഷനായി പോയത്,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവുമായിട്ട് കൺഫ്യൂഷനായി പോയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കേട്ടോ, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അത് റിപ്പൺ പ്രഭുവാണ്. കാരണം റിപ്പൺ ആണ് എന്ത് ചെയ്യുന്നത്, ആ ടൈമിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇത് പഞ്ചായത്ത് രാജാണ്. പഞ്ചായത്ത് രാജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം കൊണ്ടുവരുന്നതാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ബൽവന്ത് റായ് മേഹത്തയാണ് അത്. ഇനി പഞ്ചായത്ത് രാജിൻ്റെ സംവിധാനത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം ചോദിക്കാറുണ്ട്. ഏതാ? ഗ്രാമസഭയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് മോണോപ്പൊളി ഇൻ സാൾട്ട് പ്രൊഡക്ഷൻ ഇൻ 1930? 1930 ഉപ്പ് സത്യാഗ്രഹം. നിങ്ങൾക്ക് അത് കിട്ടും. ഉപ്പ് സത്യാഗ്രഹം ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ താഴത്തുള്ള ഏത് പ്രൊട്ടസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്? ദണ്ഡി മാർച്ച്. നിങ്ങൾക്കറിയാം ദണ്ഡി മാർച്ചാണ് ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ദണ്ഡി മാർച്ചിനെയാണ് ഉപ്പ് സത്യാഗ്രഹം കേട്ടോ. അത് കറക്റ്റായിട്ട് മോണെ സിവിൽ ഡിസൊബീഡിയൻസിലേക്ക് പോകരുത്. കാരണം സാൾട്ട് പ്രൊഡക്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് പറയുന്നുണ്ട്. ഇനി അത് പറയുകയാണെങ്കിൽ 1930 എന്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമലംഘനം, സിവിൽ ഡിസോബീഡിയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്, ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹം വേറെ ഒരു സത്യാഗ്രഹമായിട്ട് നടത്തുന്നത് ഏത് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഉപ്പ് സത്യാഗ്രഹത്തിന് ചില സ്ഥലത്ത് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ സി രാജഗോപാലാചാര്യാണ് എന്ത് ചെയ്തത് അണ്ടർ ലീഡർഷിപ്പോ സി രാജഗോപാലാചാര്യാണ്. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹം അല്ലെ നിയമലംഘന പ്രസ്ഥാനം നടത്താൻ വേണ്ടി തീരുമാനിച്ച INC സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണെന്നുള്ള 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ഡികമ്പോസിഷൻ റിയാക്ഷൻ ഐഡൻറ്റിഫൈ ദി PQRS. ഇത് വളരെ എളുപ്പം. എന്താണെന്ന് വെച്ചാൽ ഇതാണ് റിയാക്റ്റൻ്റ്, ഇതാണ് പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ. സോ ഇതിലെപ്പോയി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ആദ്യത്തെ ഉള്ള എത്ര എണ്ണാണോ അത് തന്നെ വേണം ഇതിൽ വരണം. ഇപ്പോൾ ഇതിലിവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നോക്കിയാൽ എത്ര അയൺ ഉണ്ട്, Fe എന്ന് പറയുന്നത് 2 എണ്ണമാണുള്ളത്. സോ ഇവിടെ Fe 2 എണ്ണം വരണം. Fe ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ Pയുടെ സ്ഥാനത്ത് ഇവിടെ 2 കൊടുത്താൽ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് മാച്ച് ആവും. അപ്പോൾ സോ Fe സ്റ്റാർട്ട് ചെയ്യുന്ന 2 മനസ്സിലായാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എന്ത് കിട്ടും, ഓപ്ഷൻ 4 കിട്ടും. എന്നിട്ട് ഓപ്ഷൻ 4 ഇട്ട് ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 1, പിന്നെ ഏതൊക്കെ വരെ 1 1 1 കൊടുത്ത് നോക്കുക. ഇവിടെ 1 കൊടുത്തിട്ട് കറക്റ്റ് എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കുക. വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അയണിൻ്റെ കാര്യത്തിൽ കറക്റ്റായി. ഇനി അടുത്ത സൾഫർ ആണെങ്കിലോ ഇവിടെ 2 സൾഫറാണ് എന്ത് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്നതിൽ തുടക്കത്തിലുള്ളത്. അപ്പോൾ സൾഫർ 2 എണ്ണം ഉള്ളത് നോക്കാം. ഒരു സൾഫർ ഇവിടെ, ഒരു സൾഫർ ഇവിടെയും ഒരു സൾഫർ ഇവിടെയും, കറക്റ്റ് 2 എണ്ണമായി. അപ്പോൾ അത് മാച്ച് ആയിട്ടുണ്ട്. ഇനി ഉള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇവിടെ O4 ഉണ്ട്, ഇവിടെ മുന്നിൽ 2 ഉണ്ട്. അപ്പോൾ 2O4 എന്ന് പറയുമ്പോൾ എത്ര ഓക്സിജൻ ആറ്റമായി? 8 ഓക്സിജൻ ആറ്റമായി. 8 ഓക്സിജൻ ആറ്റം ഉണ്ടോ നോക്കാം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 5 എണ്ണമായി. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പോൾ 8 എണ്ണമായി. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഏത് ആൻസറായിട്ട് വരിക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യനൊക്കെ എളുപ്പമാണ്. പക്ഷേ വായിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം, നല്ല ഐഡിയ കിട്ടണം. കാരണം ഇതുപോലത്തുള്ള കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ മെനി സച്ച് പെയർ ഓഫ് ലെറ്റേഴ്സ് ആർ ദർ ഇൻ ദ വേർഡ് ഡോട്ടർ. ഒക്കെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ആ ഒരു വേർഡ് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ എഴുതാം. കാരണം പറയാൻ നിങ്ങൾക്ക് പിന്നെ എളുപ്പമാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഡോട്ടർ എന്നുള്ള വേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ, മുന്നോട്ടും പിറകോട്ടും നോക്കിയാലും, വിച്ച് ഹാവ് ആസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇൻ ദ വേർഡ് ആസ് ദർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ വരുന്ന അതേപോലെയുള്ള എത്ര പെയർ ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിൽ ഓരോ ലെറ്റർ എടുത്തിട്ടും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, D എന്നുള്ള ലെറ്റർ എടുത്ത് ചെക്ക് ചെയ്തു. അപ്പോൾ D കഴിഞ്ഞാൽ നോർമൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ABCD E ആണ് വരേണ്ടത്, പക്ഷേ A ആണ് വന്നിരിക്കുന്നത്. അടുത്തതോ ഇവിടെ F ആണ് വരേണ്ടത്, ഇവിടെ G ആണ് വരേണ്ടത്. കറക്റ്റായിട്ട് ഇവിടെ G വന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ 1 കിട്ടി. ഓക്കെ, അടുത്ത ABCDEFGH ഒന്നുകൂടി കിട്ടി അല്ലേ, 2 എണ്ണമായി. HIJK. ബാക്കി മറ്റുള്ള ഒന്നിലൊന്നില്ല, ഒരു പേരല്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് A എടുത്ത് നോക്കാം. A എടുത്ത് നോക്കിയാൽ AB ആണ് വരേണ്ടത്, CDEFG ഒന്നുമില്ല. ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അതേ ഓർഡറിൽ വരുന്ന ഒന്നു പോലും ഇല്ല. ഇനി അടുത്തത് U എടുക്കുക. U എടുത്തു കഴിഞ്ഞാലോ ABCD UVWXYZ ഒന്നുമില്ല. G എടുത്തു കഴിഞ്ഞാലോ, G എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ GH ഒന്നുകൂടി കിട്ടും, ഒരു പേർ കൂടി. IJK. അടുത്തത് H എടുത്താലോ HIJK ഒന്നുമില്ല.
ടി എടുത്താലോ ടി യു വി ഒന്നുമില്ല, ഇ എടുത്താൽ ഇ എഫ് ഒന്നുമില്ല. അപ്പോൾ സോ അങ്ങോട്ടേക്ക് നമുക്ക് 3 പേഴ്സ് കിട്ടി. അതേപോലെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കണം, ഇങ്ങോട്ടേക്ക് വലത്തുനിന്ന് ഇടത്തോട്ടേക്കും. ഇപ്പോൾ 6 കഴിഞ്ഞാൽ ഇനി 6 ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത് നമ്മൾ. 6 കഴിഞ്ഞാൽ ആർ എസ് ടി കേട്ടോ, ആർ എസ് ടി ഒരു പേർ ഇവിടെ കിട്ടി, കറക്റ്റായ ഓർഡറിലാണ്. അപ്പോൾ 4 എണ്ണമായി. ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ വേറൊന്നുമില്ല. അടുത്തത് ഇ വെച്ച് നോക്കുവാണെങ്കിലോ ഇ എഫ് ജി എച്ച്, ജി എച്ച് ആണേ, അത് തിരിഞ്ഞു പോകരുത്, ജി എച്ച് ഐ ജെ കെ ഒന്നുമില്ല. അടുത്ത ടി വെക്കുവാണെങ്കിൽ ടി ക്യു ടി യു വി ഡബ്ല്യു എക്സ് വൈ അതുമില്ല. എച്ച് ആണെങ്കിലോ ഐ ജെ കെ എൽ ഇല്ല. ജി ആണെങ്കിലോ എച്ച് ഐ ജെ, യു ആണെങ്കിലോ വി ഡബ്ല്യു. സോ ഇതിൽ എ ആണെങ്കിൽ എ ബി, മറ്റ് പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ എത്ര പേരേ ഉള്ളൂ? 1 2 4 പേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയണേ, 1 2 3 4 അങ്ങനെയുള്ള ലെറ്റർ കോമ്പിനേഷനാണുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്ന് ഏതാണ്? 4 ആണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ എന്താ ഉദ്ദേശിക്കുന്നതെല്ലാം എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നന്നായിട്ട് ചെയ്തിട്ട് നല്ല ശീലമായി വരണം. കാരണം ഇതേപോലെ തന്നെ ഉള്ളതാണ് അടുത്തത് ചോദിക്കുക. പക്ഷേ ആ ഒരു ലെറ്റർ, ആ ഒരു വേർഡ് അവരെന്ത് ചെയ്യും? അങ്ങ് മാറ്റും. സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രയാണ് 10 ക്വസ്റ്റ്യൻ. നമുക്ക് വേറെ ഒരു സെഷനിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ മറക്കണ്ട, താഴെ എന്തുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാം. അപ്പോൾ 40 സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയ 40 × 100 4000 ക്വസ്റ്റ്യൻസ് അത് തന്നെയായി. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല എന്ത് ചെയ്യും, നല്ലൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും ഏതൊക്കെ ഇക്വേഷൻസ് ആണ് മാത്സിലാണെങ്കിലും റീസണിലാണെങ്കിലും പഠിച്ചു വെക്കണമെന്നൊക്കെ നല്ല ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണേ. ബൈ.